പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൊഴുവങ്കോട് ക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക്. ഹനുമാനെന്ന് എങ്ങനെ പറയൂടി? മലയാളം നിനക്കറിയാമോ? തന്നെ അപ്പൊ ശരിയായിരിക്കും കേട്ടാ. കേട്ടോ, പാങ്ങോടായിട്ടുണ്ട്. മിലിറ്ററി ക്യാമ്പൊക്കെ കണ്ടില്ലേ? പാങ്ങോടാണ്. ഇവരൊന്നും മലയാളികളല്ലെന്നേ, ബംഗാളികളാ. ഇവർക്ക് സ്വന്തം നാടറിഞ്ഞുകൂടാ, പിന്നെ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവരിപ്പൊ താമസിക്കുന്നത് കേട്ടാ. ഇതൊരു പെട്രോൾ പമ്പാണ്. ഇവിടെ ഇത് മറ്റേ ഗ്യാസ് കുറ്റി നിറയ്ക്കണ സ്ഥലം. ചെന്ന് കയറിക്കൊട് നിന്റെ കുറ്റിയും കൊണ്ട്. ചെല്ലടാ കേട്ടാളിയാ, ഞാൻ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കണതായി. എന്നോടെയാണ് കളി കേട്ടാ. എന്നോട് കളിച്ച് വേറെ അറിയും കുട്ടി. ഇവന്മാര് സംസാരിക്കില്ലല്ലോ, ഇപ്പൊ സംസാരം നിർത്തി. വണ്ടി ഓട്ടിക്കണ കണ്ട ഭയങ്കര പോക്ക. നമ്മളെ തൊഴുവങ്കോട് ക്ഷേത്രത്തിൽ പോയേ, അവിടെ വീഡിയോ ഒന്നും എടുത്തുകൂടാ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. അതാണ് കാര്യം. അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് തിരിച്ചങ്ങോട്ട് വരികയാണ് കേട്ടാ. അതിന്റെ നമ്മളിപ്പോ ചായയൊക്കെ കുടിക്കും. അല്ല, നമുക്ക് ചായയൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു ബിബിന്. എന്റെ മരുമോ ഒരു ചായ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ചായ കിട്ടുമെന്ന് തോന്നുന്നു. എന്റെ മോൻ തന്നെ കാണിച്ചു നോക്കണേ. ചിരിയുണ്ട്, നല്ല ചിരി. ഇന്നലെ ചിരിച്ചെന്ന് വന്നിട്ടുണ്ട്, ഇന്ന് ഇതുവരെ അടച്ചില്ല. അത് ഇല്ലേ പിന്നെ എന്താ പറ. ഞാൻ ചായ വാങ്ങി തരും, എന്റെ അളി എനിക്ക് ദോശ വാങ്ങി തരും, ഒരാളി ഞാൻ പപ്പടവും വാങ്ങിച്ചു തരും. അപ്പൊ നിന്റെ ആഹാരവും നടക്കും ഇല്ലേ? നല്ല ചാപ്പാടായിരിക്കണം. ബിരിയാണി ഉള്ള കടയിൽ നിർത്തിയല്ല എങ്കിൽ കുമാർ കഫേല എവിടെയെങ്കിലും പോവാ. ഫുൾ സപ്പോർട്ടെന്ന്. പിന്നീട് കാര്യത്തിന് അവന് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. വേറെ എല്ലാ കാര്യത്തിലാണ് ഒക്കെ സപ്പോർട്ടിങ് ഇല്ല. ഇവനാണ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. ആകാരത്തിനോട് എന്തോ അവനൊരു വെറുപ്പ് പോലെയാണ്. ആകാരം എന്തോ ഒരു മടി പോലെ. അല്ല, പട്ടിണി തന്നെ ഇരുന്നെന്തോ ഇല്ലടാ. ഇടത്തോട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എവിടെ വേണമെങ്കിലും പോവാം. കമ്മല് കാണിട്ട് നല്ല കമ്മല് കേട്ടോ, നല്ല രസികൻ കമ്മല്. അഭിയന്ത്രയും പറയടാ. ആഹാരം കഴിക്കാൻ എന്തിനു റെഡിയാണ്. അവൻ വേറെ എവിടെയൊക്കെ ആണെങ്കിലാണ് അവന് മടിയായിട്ട് തോന്നിയിട്ടുള്ളത്. വെജിറ്റേറിയൻ ഹോട്ടലില് இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? എനിക്ക് വിശക്കുന്നു. അയ്യോ എനിക്ക് വിശക്കുന്നേ. ചോറായോ? ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട ഇത്തിരിക്കോളം ബീഫും. എനിക്ക് വേണ്ട. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ. തുടക്കി സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മറ്റക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. മണി എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല.
വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേ വരെ ആരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? എടാ നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും. വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. അങ്ങനെ നമ്മള് തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. മഴയും ഇതൊക്കെ തന്നെ, നല്ല തിരക്കൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ. അങ്ങനെ നമ്മള് കിള്ളിപ്പാലം ആവാറായി. ഇവിടെ നിന്ന് നമ്മൾ വീട്ടിലെത്തും. ഇല്ലടാ നീ എന്താണ് കഴിച്ചത്? വലിയ പൂരി, വലിയ പൂരിയോ? കടല ഇളക്കിയേ? കറി. ആ, അപ്പം വലിയ പൂരിയും കടലക്കറിയും. ബിബിൻ എന്താണ് കഴിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ബില്ല് വന്നപ്പോ നമുക്കൊരു ടേസ്റ്റ് കുറവ് തോന്നിയ? ബില്ല് വന്നപ്പോ ചെറിയൊരു ടേസ്റ്റ് കുറവ് പോലെ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ സിഗ്നലായി. നമ്മളങ്ങനെ പയർ വറുത്തത് പോലെ ഇവിടെ അങ്ങ് നിന്നു സിഗ്നലിന്റെ ഇടയിൽ. കുമാർ കഫേ എടുത്തു. ഇതാണ് കുമാർ കഫേ. കണ്ടുകൂടാ, ഇവിടെ അങ്ങ് സിഗ്നലിന്റെ ഇടയിൽ കിടക്കണ്. അവളെ ഫോൺ ചെയ്ത് തീർന്ന അമ്മ വിളിച്ചതാ? കഥയൊക്കെ പറഞ്ഞല്ലേ? നീ അടുത്ത് നിന്റെ ചേട്ടന് ഇതാ ഫോൺ പറഞ്ഞു. നിങ്ങൾ തന്നെ മത്സരിക്കും. ചക്കക്കുരി തോരനും കൂട്ടിയുള്ള ഊണാണെന്ന്. ചക്ക അവിയല്, ചക്ക തോരൻ ഒക്കെ ഉണ്ടെന്ന്. കൂമ്പ് തോരൻ കഴിക്കണമെങ്കിൽ പോയാൽ മതി. എല്ലാം വെറൈറ്റി ആഹാരങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. വൈപ്പർ ഇട്, ഒന്നും കണ്ടുകൂടാ. വൈപ്പർ അടിച്ചപ്പോ കൊള്ളാം. വൈപ്പറിന് പഞ്ചായത്ത് പൈസ ഒന്നും കൊടുക്കും, അറവൊന്നും അടക്കണ്ടല്ല. അതുകൊണ്ട് വൈപ്പർ ഇടാ. ആ സ്വിച്ച് അങ്ങ് പ്രസ് ചെയ്യൂ. ഇല്ലേ, സ്വിച്ച് അങ്ങ് പ്രസ് ചെയ്യൂ. നിന്റെ മധുവലിയച്ഛന്റെ ഭാഷയാണ് ചുച്ച്. നമ്മള് ചുച്ച് എവിടെ വെച്ച്? അവരുടെ ഡയലോഗ് മാത്രം അറിയാം അവലിയച്ഛന്. മാമല്ല മുരുകനുക്ക് ഷൺമുഖത്തോരനുക്ക് തോരനല്ല, കിച്ചടിയടാ, കിച്ചടി. പുളിച്ചേരിയടാ, പുളിച്ചേരി, പുളിച്ചേരി. പമ്പ്, ഇവനാ പമ്പ്. വേണ്ട, ഇവിടെ കുറ്റി കൊണ്ട് കൊടുത്താൽ മതി. നീ ചെന്നാ നടത്തി വിട്ടു തരും. അവസാനം ആവുമ്പോ അണ മതി, അണ്ണാ മതി, തികഞ്ഞു. നമ്മളിപ്പോ കരമന എത്തും. കരമന എത്താറായി. അടുത്ത പമ്പ് വേണ്ട. പമ്പുകളുടെ കോശ യാത്ര തന്നെ കേട്ടോ. പിന്നെ വളിയൻ തട്ടുകടയിൽ കയറാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.